നമസ്കാരം അച്ചമ്മീസ്. നമ്മൾ നമ്മുടെ നോട്ടുകളെ നേരത്തെ ഗാന്ധിത്തല എന്ന് പറയാറുണ്ട്. എത്ര ഗാന്ധിത്തല കയ്യിലുണ്ട് എന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഈ കൊളോക്കിയലി നമ്മൾ തമാശയായിട്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്കങ്ങനെ ചോദിക്കേണ്ടി വരികയില്ല. കാരണം ഈ മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസികളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ചർച്ചയുടെ ആദ്യവട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ മഹാത്മാഗാന്ധിയെ നമുക്ക് രാഷ്ട്രപിതാവിനെ നമുക്ക് ഇന്ത്യൻ കറൻസികളിൽ കാണാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പം എല്ലാം GPay ആണ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ കറൻസിയിൽ ഏത് തല വരുന്നു എന്നുള്ളതൊന്നും വലിയ പ്രസക്തമല്ലല്ലോ. അപ്പോൾ പല ചിഹ്നങ്ങളും പല രാഷ്ട്രീയ നേതാക്കളുടെ തലകളുമൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പം അത് അടുത്ത കമ്മിറ്റിയിൽ ആലോചനയിൽ വരും. പല ദേശീയ ചിഹ്നങ്ങൾ മറ്റു പല ദേശീയ നേതാക്കളുടെയൊക്കെ തലകൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ മഹാത്മാഗാന്ധിയെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരുടെ തലയായിരിക്കും അല്ലെങ്കിൽ ഏത് ചിഹ്നമൊക്കെ ആയിരിക്കും നമ്മുടെ കറൻസികളിൽ വരിക എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആരായിരിക്കും ഇനി നമ്മളുടെ കറൻസിയിൽ വരാൻ പോകുന്ന തല, അല്ലെങ്കിൽ ഏതായിരിക്കും നമ്മുടെ കറൻസിയിൽ വരാൻ പോകുന്ന ചിഹ്നം?